നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എം.വി. ഗോവിന്ദനും പി.കെ. ശ്യാമളയും ഐസിയുവിൽ കിടക്ക റെഡിയാക്കി വെച്ചോളൂ, പോയി ഉടൻ തന്നെ കിടക്കേണ്ടി വരും. ദിവ്യയുടെ വീട്ടുമുറ്റത്ത് CBI എത്തും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അതിനുള്ള കുഴി വെട്ടിയത് സഖാത്തി തന്നെയാണ്. ഉണ്ടാക്കിയെടുത്ത തെളിവുകളെല്ലാം ബൂമറാങ് പോലെ ഇപ്പോൾ തിരിച്ചടിക്കുന്നു. കമ്മിണി CM ഓഫീസിനെ കരുവാക്കി നടത്തിയ ആ നാടകം ആടപടലം പൊളിഞ്ഞ വിവരം സഖാക്കളെ വ്യസനസമേതം അറിയിക്കുന്നു. പ്രശാന്തന്റെ പരാതി CM ഓഫീസിൽ കിട്ടിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ ചെങ്ങളായി മാഫിയയ്ക്ക് വീണ്ടും ഇടിവെട്ടേറ്റ് വീണിരിക്കുകയാണ്. കണ്ണൂർ CPM ആടപടലം പൊളിയുകയാണ്. നവീനെ കൊന്നു കെട്ടിത്തൂക്കി എന്ന സംശയത്തിന് ബലം പകരുന്ന തെളിവുകളാണ് പുറത്താകുന്നത്. അതേപോലെ ഇവർ ഉണ്ടാക്കിയെടുത്ത ദൃശ്യം മോഡൽ തിരക്കഥ പൊളിഞ്ഞടുങ്ങുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിപ്പെട്ടിരുന്നുവെന്നാണല്ലോ പ്രശാന്തൻ എന്ന കൊടും ക്രിമിനൽ ഇതുവരെ വാദിച്ചത്, മാധ്യമങ്ങൾക്ക് മുന്നിൽ ഗീർവാണമടിച്ചത്. അതും PP ദിവ്യയുടെ നിർദ്ദേശപ്രകാരമാണ് CM ഓഫീസിൽ പരാതി മെയിൽ ചെയ്തതുപോലും. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അങ്ങനെ ഒരു പരാതിയേ എത്തിയിട്ടില്ല. പരാതി വ്യാജമാണ്. 2 ഒപ്പുണ്ട് എന്ന അവന്റെ ക്യാപ്സൂളും തേഞ്ഞു. കമ്പനി ഉണ്ടാക്കിയ തിരക്കഥ നൈസ പാളിയിട്ടുണ്ട്. ADM നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപിച്ച് TV പ്രശാന്തൻ പരാതി നൽകിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സെല്ലിൽ TV പ്രശാന്തന്റെ പരാതി കിട്ടിയിട്ടില്ല എന്ന് ഓഫീസ് വ്യക്തമാക്കി. വിവരാവകാശ അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിലൂടെയാണ് ഓഫീസിന്റെ ഈ വിശദീകരണം. ഇരിക്കൂർ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി TNA ഖാദർ നൽകിയ അപേക്ഷയ്ക്കാണ് മറുപടി നൽകിയിരിക്കുന്നത്. മുൻപ് നൽകിയ അപേക്ഷയിൽ കൃത്യമായ കാലയളവ് രേഖപ്പെടുത്തിയിട്ടില്ലാത്ത കാരണം പറഞ്ഞ് നിരസിച്ചിരുന്നു. പ്രശാന്തന്റേത് വ്യാജ പരാതിയാണെന്ന് അന്ന് തന്നെ വ്യക്തമായതാണ്. നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച പരാതിക്കത്തിലെ ഒപ്പിലെ വ്യത്യാസങ്ങളടക്കം ചൂണ്ടിക്കാട്ടി എത്രയോ വിവരങ്ങളും ചാനൽ ചർച്ചകളും വാർത്തകളും പുറത്തു വന്നതാണ്. ADMനെതിരെ പ്രശാന്ത് നൽകിയത് എന്ന പേരിൽ പ്രചരിച്ച പരാതി വ്യാജമെന്ന് തെളിയിക്കുന്ന സുപ്രധാന രേഖ പുറത്ത് വന്നിരുന്നു. CM ഓഫീസിനെ ഉൾപ്പെടുത്തി PP ദിവ്യയും സംഘവും നടത്തിയ നാടകമാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നത്. നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് തെളിയിക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണല്ലോ. എന്നാൽ അതിന് കഴിയില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞില്ലേ? ആ മനുഷ്യൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നുള്ളതിന് ഇനി എന്ത് തെളിവാണ് വേണ്ടത്? എന്തൊക്കെ ഗീർവാണങ്ങളായിരുന്നു PP ദിവ്യയും ഈ പ്രശാന്തനും ചേർന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ ഡയലോഗുകൾ. മലയാളികൾ അത് മറന്നിട്ടുണ്ടാകില്ലല്ലോ, മറക്കരുത്. എല്ലാവരുടെയും ഉള്ളിലും ഇവർ പറഞ്ഞ ഓരോ കള്ള പ്രചരണങ്ങളും ഉണ്ടാകണം. സതുദ്ദേശത്തോടെയാണ് ഞാൻ ആ യോഗത്തിൽ കയറി ചെന്ന് നവീൻ ബാബുവിനെ വിമർശിച്ചത് എന്നായിരുന്നല്ലോ പെട്രോൾ പമ്പ് ദിവ്യയുടെ ഡയലോഗടി. ഞാനാണ് പ്രശാന്തനോട് പറയുന്നത്, ആ പരാതി അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉടൻ തന്നെ അറിയിക്കണം. തെറ്റ് തിരുത്താൻ ഉടൻ നടപടികൾ ഉണ്ടാകണം. കൈക്കൂലി കൊടുത്തത് തന്നെ തെറ്റാണ്. എന്നാൽ അത് വാങ്ങിയ ഉദ്യോഗസ്ഥൻ, അത് സർവീസിൽ ഇനി അയാൾ ഉണ്ടാകരുത് എന്നൊക്കെ ഉള്ള ഡയലോഗുകളായിരുന്നല്ലോ അന്ന് PP ദിവ്യ പറഞ്ഞത്. എന്നിട്ട് എന്തായി? നിങ്ങളൊരു പാവം മനുഷ്യനെയല്ലേ ഇല്ലാതാക്കിയത്? കൊന്ന് കെട്ടിത്തൂക്കി എന്ന് തന്നെ പറയുകയാണ്. കാരണം അതങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് ഇപ്പോൾ കേരളത്തിന് കൃത്യമായി അറിയാം. കാരണം അതിൻ്റെ എത്രയോ തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. മഞ്ജുഷയുടെ പോരാട്ടവും ഇതിനു വേണ്ടി തന്നെ ആയിരുന്നില്ലേ? നവീൻ ബാബു കൈക്കൂലിക്കാരനല്ല എന്ന് തെളിയിക്കാനും അതുപോലെ തന്നെ നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയല്ല, കൊലപാതകം തന്നെയാണെന്ന് തെളിയിക്കാനും വേണ്ടി. ആ മനുഷ്യനെ പട്ടടയിലേക്ക് എടുക്കുമ്പോൾ തന്നെ വ്യക്തമായി ആ മനുഷ്യൻ സത്യസന്ധനാണ്. അദ്ദേഹത്തിൻ്റെ സത്യസന്ധത പുറത്തേക്ക് വന്നതുമാണ്. കാരണം എത്രയോ നല്ല ഉദ്യോഗസ്ഥരാണ് നവീൻ ബാബുവിനെ അനുസ്മരിച്ചുകൊണ്ട് അന്ന് സംസാരിച്ചത്. അദ്ദേഹം കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും നല്ല ഒരു ഉദ്യോഗസ്ഥനുമാണെന്ന് എത്രയോ ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു.